ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പോവാനായിട്ട് രേവതിക്കുട്ടിയും ഗ്രേസമ്മയും മാമച്ചാനും എല്ലാവരും കൂടെ തയ്യാറായി നിൽക്കുന്നു. അലീന അന്നേരത്തേക്കും ബാലൻ പറഞ്ഞ കാര്യങ്ങളും കേട്ട് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരും. അപ്പോൾ അലീന ചേച്ചി ഇങ്ങനെ മുകളിലോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു നമ്മുടെ രേവതിക്കുട്ടിയെ. അപ്പോൾ രേവതിക്കുട്ടിക്കാണ് അലീന ചേച്ചി കരയുന്നത് കണ്ടപ്പോൾ വിഷമമായി. എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് രേവതിക്കുട്ടി വന്ന് അവരോട് പറയുക. അപ്പോൾ ഇവർ നോക്കുമ്പോഴും അലീന ഭയങ്കര സങ്കടത്തോടെ ഇറങ്ങി വരുന്നു. അലീന ഇറങ്ങി വന്ന് സങ്കടത്തോടെ ഇങ്ങനെ ഒരു സൈഡിലേക്ക് തിരിഞ്ഞിങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ മറ്റവരെല്ലാവരും അപ്പുറം സൈഡിൽ നിന്ന് നോക്കുന്നുണ്ട്, ഇവരെല്ലാം ഇപ്പുറം സൈഡിൽ നിന്ന് നോക്കുന്നുണ്ട്. അലീന ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ തല കുനിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ബാലൻ അന്നേരം ബാൽക്കണിയിലേക്ക് വന്നു. ബാൽക്കണിയിലേക്ക് വന്നിട്ട് ഇവരെ നോക്കി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് ശ്രദ്ധിക്കണം എന്ന് ബാലൻ അവിടെ നിന്നിങ്ങനെ വിളിച്ച് പറയുമ്പോൾ എല്ലാവരും മുകളിലോട്ട് നോക്കുവാണ്. അലീന ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ആ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അലീന ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. പാലാരി വട്ടത്തു നിന്ന് വന്നവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് ബാലൻ രേവതിക്കുട്ടിയോടൊക്കെ ആയിട്ട് പറയുക. അപ്പോൾ ഈ വൈജയൊക്കെ ഇങ്ങനെ തുറച്ചു നോക്കി നിൽക്കുക കേട്ടോ, എന്താ പറയാൻ പോണെന്ന്. അലീനയെ നിങ്ങളോടൊപ്പം വിട്ടയക്കാൻ ഇപ്പോൾ നിവർത്തിയില്ല എന്ന് ബാലൻ ഇങ്ങനെ പറയുന്നു. അപ്പോൾ രേവതിക്കുട്ടി എന്ന് പറഞ്ഞ് അന്തം വിട്ട് ഇങ്ങനെ നോക്കുക. അതുപോലെ തന്നെ മാമച്ചാനും ഗ്രേസമ്മയും അവർക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും വൈജയ്ക്ക് കലിപ്പ് കയറി. വൈജ ഭയങ്കര ദേഷ്യത്തിൽ. അപ്പോൾ അലീന ഞങ്ങൾക്കൊപ്പം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അവൾ ഡ്രസ്സ് മാറി ബാഗെല്ലാം എടുത്തു വെച്ചു. ഇനി എന്താ തടസ്സമെന്ന് മാമച്ചാൻ ചോദിക്കുമ്പോൾ ഞാൻ അവളെ വിട്ടയക്കുന്നില്ല, അത് തന്നെയാണ് തടസ്സം എന്ന് ബാലൻ ഇങ്ങനെ പറയാം. അപ്പോൾ ഈ വീട്ടിൽ അലീന കാരണം ചില പ്രശ്നങ്ങളുണ്ടെന്ന് അവൾ തന്നെ പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ. ഇപ്പം നിങ്ങൾ വിട്ടയക്കത്തില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ഗ്രേസമ്മ നമ്മുടെ ബാലനോട് ചോദിച്ചു. അതിന് ബാലൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ബാലൻ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നു. അലീന സൈഡിൽ നിന്ന് കരഞ്ഞുകൊണ്ടും ഇങ്ങനെ നിൽക്കുന്നു. അമ്പടാ ദേ വരുന്നു നമ്മുടെ മുതലിങ്ങനെ വന്നിട്ട് ഇങ്ങനെ എന്നാടി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇങ്ങനെ മുകളിലോട്ട് മക്കൾ ചൂണ്ടിക്കാണിച്ചു. അന്നേരം അച്ഛൻ അവിടെ വന്ന് സംസാരിക്കുന്നത് കാണുക. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കാര്യം വൈജയ്ക്ക് മനസ്സിലായി. വൈജ ഇങ്ങനെ അലീനയെ തന്നെ നോക്കുന്നു. അലീന നേരം കരഞ്ഞുകൊണ്ട് വൈജയും നോക്കി. കാര്യം പറയാൻ പറഞ്ഞു. അപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് മക്കൾ കൈമലർത്തി കാണിച്ചു. അന്നേരം അലീനയോട് പോകുന്നില്ലടി എന്ന് ചോദിച്ചുകൊണ്ട് വൈജ ചെല്ലും. അപ്പോൾ അലീന ഇവിടെ നിന്നാൽ ഇവിടുത്തെ വഴക്ക് കൂടത്തല്ലേ ഉള്ളൂ എന്ന് ഗ്രേസമ്മ നമ്മുടെ ബാലനോട് ചോദിക്കുമ്പോൾ കൂടണം, അത് കൂടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരുടെയും പരിശ്രമം, ഒട്ടും അത് കുറയാൻ പാടില്ല എന്ന് ബാലൻ ഇങ്ങനെ അവിടെ നിന്ന് പറയുക. അപ്പോഴും ഇവരെല്ലാവരും ഇങ്ങനെ ബാലനെ നോക്കുക കേട്ടോ. അലീന നിന്ന് കരച്ചില് ഒന്നും മനസ്സിലാകുന്നില്ല. രോഹിത്തിനൊക്കെ ആണെങ്കിലും ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. മാമച്ചായനും രേവതിക്കുട്ടിക്കും ഗ്രേസമ്മയ്ക്ക് ഇത് എന്നതായി പറയണേന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ എന്നതാടി, അപ്പോൾ അലീന പോകണോ വേണ്ടയോ എന്നുള്ള തർക്കം നടക്കുകയാണെന്ന് ബബിത അന്നേരം അവിടെ നിന്നിങ്ങനെ പറഞ്ഞു. അന്നേരം വൈജ ബാലനി ഒരു നോട്ടം. ഇത്രയും നേരം കലിപ്പ് മൊത്തം മുറിക്കകത്തായിരുന്നെങ്കിൽ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടാണ് വൈജ ഇതെല്ലാം കാണിക്കുന്നത്. ചോദ്യങ്ങളൊക്കെ ഓരോന്നായിട്ട് ചോദിക്കുന്നത്. അന്നേരത്തേക്ക് മിസ്റ്റർ ബാലചന്ദ്രമേനോൻ, സമാധാനമല്ലേ എല്ലാവർക്കും നല്ലത് എന്ന് നമ്മുടെ മാമാച്ചാൻ ചോദിക്കുമ്പം അലീന ഈ വീട്ടിൽ തുടരുന്നത് തന്നെയാണ് എനിക്ക് സമാധാനം എന്ന് ബാലൻ പറയുമ്പം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അവർക്കാണെങ്കിൽ ഇതിൻ്റെ ഒരു പൊരുളങ്ങ് മനസ്സിലാവുന്നുമില്ല. ഒരു ഹൃദ്രോഗിയായ എനിക്ക് വേണ്ടുന്നതിനേക്കാളും കൂടുതൽ സമാധാനം ഇപ്പോൾ ഇവിടെ ആർക്കാണ് വേണ്ടതെന്ന് ബാലൻ അന്നേരം ചോദിച്ചു. അന്നേരം അലീന ഇനിയും ഇവിടെ താമസിക്കുന്നത് എനിക്ക് സമാധാനക്കേടാണെന്ന് വൈജ വന്ന് ബാലനോട് പറയുമ്പോൾ നീ നിന്റെ സമാധാനക്കേട് നീ വലിയ കുട്ടകത്തിൽ വെച്ച് ചുമക്കണം, എന്നിട്ട് വെയിലത്ത് വെച്ച് ഉണക്കണം, ഒരളിലിട്ടത് പൊടിക്കണം, ആട്ടുകല്ലിൽ വെച്ച് നീ അരയ്ക്കണം, ദോശക്കല്ലിൽ വെച്ച് നീ പരത്തണം, എന്നിട്ടേ കരിച്ചെടുത്ത് കാടിവെള്ളത്തിൽ കലക്കി മീനച്ചിലാറ്റി കൊണ്ടുപോയി നീ ഒഴുക്കാൻ പറഞ്ഞു ബാലനെ. ഇതൊക്കെ കേട്ട് നാറി വെളുത്തിങ്ങനെ നിൽക്കുക വൈജ. അപ്പം അത്രയും ചെയ്താൽ നിന്റെ സമാധാനക്കേടിന് ഒരു അറുതി വരുമെന്നും ബാലൻ വൈജയോട് പറയുമ്പോൾ ഇവരുടെ മുന്നിലും കൂടെ നാണം കെട്ടില്ലേ, അതിൻ്റെ കലിപ്പാണ് വൈജയ്ക്ക്. വൈജ ഇങ്ങനെ നോക്കുന്ന നോട്ടത്തിൽ ആ വീട് മുഴുവൻ എരിഞ്ഞടങ്ങുന്നത് പോലെയാണ്. അലീന ഒന്നും മിണ്ടാതെ ഇങ്ങനെ സൈഡിലേക്ക് എന്നെ നോക്കി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഇന്നലെ രാത്രി രാജീവേട്ടൻ ബാലചന്ദ്രനോട് സംസാരിച്ചല്ലേന്ന് ചോദിക്കുമ്പോൾ അതെ സംസാരിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് തന്നെ ഇവളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാൻ വേണ്ടി എല്ലാവരും കൂടെ വരുമെന്നും പറഞ്ഞില്ലായിരുന്നു? പറഞ്ഞായിരുന്നു, ഞാനതെല്ലാം കേട്ടതാ. എന്തൊക്കെയായാലും ഇവളെ ഇവിടെ നിന്ന് ഇന്ന് തന്നെ പുറത്താക്കേണ്ടി വരുമെന്ന് വൈജ പറയുമ്പോൾ നിങ്ങൾ കൊല്ലപ്പള്ളിക്കാർ കണക്ക് കൂട്ടുന്നത് പോലെയല്ല ബാലചന്ദ്രൻ്റെ തീരുമാനങ്ങളെന്ന് പറയുന്നു. എനിക്കിവളെ പറഞ്ഞേക്കാൻ ഇനി ആരുടെയും സമ്മതം നോക്കുന്നില്ല, ഇവളുടെ സമ്മതം പോലും എനിക്ക് വേണ്ട എന്ന് വൈജ പറയുമ്പം അതൊക്കെ കൈതയ്ക്കൽ മാളിക വീട്ടിൽ ചെന്നിട്ട് മതി എന്ന് ബാലൻ പറയുകയും ചെയ്തു. ഇവിടെ അലീനയ്ക്കെതിരെ ഒരു ചെറു വിരൽ പോലും ആരും എനിക്ക് പോകരുതെന്നും പറഞ്ഞു. ഇതൊക്കെ കേട്ട അലീന നിന്ന് കരച്ചിൽ. അപ്പോൾ അതേ ഗ്രേസമ്മയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ മാമച്ചായനും രേവതിക്കുട്ടിക്ക് അത്ഭുതമാണ് തോന്നുന്നത്.
ഇതെന്നെ ഈ പറയുന്നതെന്ന് ഓർത്ത് എന്നെ ഓവർടേക്ക് ചെയ്ത് എൻ്റെ ഈ വീട്ടിൽ നിന്ന് എന്തെങ്കിലും നടത്താൻ പറ്റുമെങ്കിൽ നീ ഒന്ന് നടത്തി നോക്കാൻ ബാലൻ വൈജയെ വെല്ലുവിളിക്കുക. നിന്റെ ആങ്ങളമാരുടെ ഗുണ്ടാ സംഘത്തിനോട് വേഗം വരാൻ പറ, ഞാൻ വെയിറ്റ് ചെയ്യുകയാണെന്നും ബാലൻ വൈജയോട് പറഞ്ഞു. അപ്പോൾ അലീന കരഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി. അലീനയ്ക്ക് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. ആ ഡൈനിങ് ടേബിളിൻ്റെ ചോട്ടിൽ വന്ന് കരയുമ്പോഴത്തേക്കും വൈജ അലീനയുടെ അടുത്തേക്ക് വന്നു. ഇന്ന് നീ എറണാകുളത്തിന് പോകാമെന്ന് സമ്മതിച്ചല്ലടി എന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു. എന്നിട്ട് എന്താണ് നീ പോകാത്തതോ എന്ന് ചോദിക്കുമ്പം ബാലചന്ദ്രൻ സാറ് പോകണ്ടെന്ന് പറഞ്ഞെന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പോകണ്ടെന്ന് പറഞ്ഞാൽ നീ എന്താടി അങ്ങനെ അടിമയാണോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും വൈജ എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ്റെ ഒരു കൊനത്തിലുള്ളൊരു വിളി. അപ്പോൾ വൈജയും മകളും കൂടി മുകളിലോട്ട് നോക്കുക. നീ അവളുടെ അടുത്ത് കാണിക്കണ്ട, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് എന്നോട് വന്ന് പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ നിന്റെ ആങ്ങളമാർ വരുമ്പോൾ അവന്മാരോട് പറഞ്ഞാൽ മതി. എന്തായാലും അവർ ഇങ്ങോട്ട് വരത്തില്ലേ എന്ന് ബാലൻ ചോദിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള വഴക്ക് കണ്ടോണ്ട് നിൽക്കാൻ ഞങ്ങൾക്ക് സമയമില്ല കേട്ടോ, അലീന വിട്ടയച്ചാൽ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാമെന്ന് നമ്മുടെ മാമച്ചാൻ അന്നേരം പറഞ്ഞു. അന്നേരം അലീനയെ നിങ്ങൾക്ക് വിട്ടു തന്നേക്കാം, പകരം രേവതിക്കുട്ടിയെ ഇങ്ങോട്ട് തന്നേക്കാമോ എന്ന് ബാലൻ ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്ക് ഇവർ രേവതിക്കുട്ടിയെ അങ്ങ് അടക്കി അങ്ങ് പിടിച്ചു, അതായത് ഗ്രേസമ്മ. ഇവരന്തം വിട്ടിങ്ങനെ നോക്കുവാണ്. അപ്പോൾ ബാലൻ്റെ ആ ഒരു ഇത് കേട്ടിട്ടേ അപ്പോൾ ബാലൻ പെട്ടെന്നത് ശ്രദ്ധിച്ചു. അതൊന്നും പറ്റത്തില്ല, ഒരു ദിവസത്തേക്ക് പോലും വിട്ടു തരത്തില്ല എന്ന് ഗ്രേസമ്മ പറയുമ്പോൾ അതുതന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. അലീനയെ നിങ്ങളോടൊപ്പം വിട്ടയക്കാൻ എനിക്കിപ്പോൾ സാധ്യമല്ല എന്ന്. ഞാൻ പറയാതെ അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുകയില്ല, അവൾ എറണാകുളത്തേക്ക് വരും, പക്ഷേ ഇന്ന് വരാൻ പറ്റത്തില്ല എന്ന് ബാലൻ പറയാം. നിങ്ങൾ തിരിച്ചു പോകുന്നത് തന്നെയാണ് നല്ലത് എന്നും പറഞ്ഞ് കാര്യങ്ങൾ വളരെ മാന്യമായി വ്യക്തമായി അവരോട് നമ്മുടെ ബാലൻ ഇങ്ങനെ പറഞ്ഞു. അലീന അന്നേരം ഇങ്ങനെ ബാലനെ നോക്കും. അത്രയും പറഞ്ഞിട്ട് ബാലനകത്തേക്ക് കയറി പോയിട്ടോ. അലീനയാണെങ്കിൽ നിന്ന് കരച്ചിലോട് കരച്ചിൽ. അപ്പോൾ ഗ്രേസ്മ അലീനയുടെ അടുത്തേക്ക് വന്നു. അതെ, ബാലചന്ദ്രൻ അങ്ങനെയൊക്കെ പറഞ്ഞാലും നിനക്ക് ഞങ്ങളുടെ കൂടെ ഇറങ്ങി പോന്നുകൂടെ എന്ന് ചോദിച്ചു. അന്നേരം പറ്റത്തില്ല ആൻറ്റി എന്ന് അലീന പറയാം. എനിക്ക് അങ്ങനെ വരാൻ പറ്റത്തില്ല എന്നിട്ടാണെന്ന് അലീന പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പോൾ രേവതിക്കുട്ടി വന്നിട്ട് ചോദിച്ചു, എന്താ ചേച്ചി ഇവിടെ സംഭവിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എല്ലാം എൻ്റെ മോളോട് പറയാം, ഇപ്പം എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ ഒരു നിവൃത്തിയില്ല എന്ന് അലീന പറയൂ കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി ഇങ്ങനെ ബാലനെയും നോക്കുന്നു, അലീനയും നോക്കുന്നു, അവിടെ നിൽക്കുന്നവരെയും നോക്കുന്നു. അപ്പോൾ മാമച്ചാനും ഗ്രേസമ്മയും നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞു. അങ്ങനെ അവരങ്ങ് പോയി. അവർ പോയപ്പോൾ രേവതിക്കുട്ടിയും കൂടെ അങ്ങ് പോവുക. അങ്ങനെ അവർ 3 പേരും പോകുന്ന സമയത്ത് അലീന കരഞ്ഞുകൊണ്ട് ഇവരെ യാത്രയാക്കുക കേട്ടോ. എന്നിട്ട് മാമച്ചാൻ്റെ അടുത്ത് എന്നിട്ട് ഞാൻ വരാത്തതിൽ നിങ്ങൾക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുതെന്ന് പറഞ്ഞു. അപ്പോൾ ബാലൻ സമ്മതിക്കത്തില്ല എന്ന് നിനക്ക് അറിയാമായിരുന്നല്ലോ അല്ലേ എന്ന് മാമച്ചാൻ ചോദിച്ചു. അപ്പോൾ അങ്ങനെ അല്ല അങ്കിളേ എന്ന് അലീന കരഞ്ഞുകൊണ്ട് പറയാം. വേറൊരു സംഭവം ഉണ്ടായെന്നും ഞാനത് ഫോണിൽ പറഞ്ഞോളാമെന്നും അലീന പറയുക കേട്ടോ. അപ്പോൾ മാമച്ചായൻ ദേഷ്യത്തോടെ അവിടെ നിന്ന് അങ്ങ് പോയി. ഗ്രേസമ്മയ്ക്കും ദേഷ്യമായി, അവരങ്ങ് പോയി. അപ്പോൾ രേവതിക്കുട്ടിയും ദേഷ്യത്തോടെ അങ്ങ് പോയി. അവർ 3 പേരും പോയപ്പോഴേക്കും അലീന വീണ്ടും ഇവരുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ ഞങ്ങൾ പോവാ കേട്ടോ എന്ന് ഗ്രേസമ്മ പറഞ്ഞു. അപ്പോൾ ആൻറ്റി സോറി, എന്നോട് ക്ഷമിക്കണേ എന്ന് അലീന പറയാം. എനിക്ക് വരാൻ പറ്റാഞ്ഞിട്ടാ, ബാലചന്ദ്രൻ സാറ് സമ്മതിക്കാതെ എനിക്ക് പറ്റത്തില്ല എന്ന് നമ്മുടെ അലീന ഗ്രേസമ്മയോട് പറയുമ്പോൾ ഇവർ അന്തം വിട്ടിങ്ങനെ അലീനയെ നോക്കുവാണ്. അത്രത്തോളം ഒരു ഇതായിട്ട് അലീന ഇവരുടെ മുന്നിൽ സംസാരിക്കുന്നത് കേട്ടപ്പോൾ അപ്പോൾ എന്താ വലിയ കാര്യമുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്തു. അന്നേരം അലീന നേരെ മാമച്ചാൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് മാമച്ചാനോട് ക്ഷമ ചോദിക്കാം. അങ്ങനെ ആയിപ്പോയി, സോറി അങ്കിളേ എന്നും പറഞ്ഞുകൊണ്ട് ക്ഷമ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം പറയാം മോളെ, ഫോണിൽ ഞാൻ പറയാൻ കേട്ടോ എന്നും അലീന പറഞ്ഞു. അപ്പോൾ ശരി ഞങ്ങൾ പോട്ടെ എന്നും പറഞ്ഞ് അവരങ്ങനെ പോയി. അവർ വണ്ടിയിൽ കയറി പോകുന്നത് താഴെ നിന്ന് അലീനയും മുകളിൽ നിന്ന് നമ്മുടെ ബാലനും കാണുവാണ്. അങ്ങനെ ബാലൻ ബാൽക്കണിയിൽ വന്ന് നിന്ന് നോക്കി കാണുന്നത് ഇവർ കണ്ടു. എന്നിട്ട് ഇവരിങ്ങനെ നോക്കിക്കൊണ്ട് പോകുക കേട്ടോ. അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അലീന കരഞ്ഞുകൊണ്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ കാണുന്നത് ബാലനാണെങ്കിലോ അകത്തേക്ക് കയറി പോവുകയും ചെയ്തു. ഈ സമയത്ത് 3 എണ്ണങ്ങളും കൂടെ നമ്മുടെ അലീനയുടെ രക്തം കുടിക്കാൻ പാകത്തിന് അവിടെ അങ്ങനെ നിൽക്കുക. വൈജയാണ് ഏറ്റവും കൂടുതൽ പല്ലും കൂർപ്പിച്ച് ഇങ്ങനെ നിൽക്കുന്നത്. പേടിച്ച് വിറച്ച് അലീന ഇങ്ങനെ അവരുടെ അടുത്തേക്ക് ചെന്നു. നീ എന്താടി അവരുടെ കൂടെ പോകാതിരുന്നതെന്നും ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു പോകണ്ടെന്ന്. ഓ അച്ഛൻ പറഞ്ഞു, നിനക്ക് ഇവിടെ നിന്ന് മാന്യമായിട്ട് ഇറങ്ങി പോകാൻ പറ്റും, 1-ാം തരം ചാൻസാണ് നീ നഷ്ടപ്പെടുത്തി കളഞ്ഞെന്ന് ഓർത്തോ നീ എന്നും പറഞ്ഞുകൊണ്ട് വൈജ പറയാം. രക്ഷപ്പെട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചപ്പോൾ നീ വെല്ലുവിളിച്ച് നിൽക്കുകയാണോ എന്ന് വൈജയുടെ ഒരു ഔദാര്യം കൂടി. അപ്പം ഞാൻ ആരെയും വെല്ലുവിളിച്ചില്ല എന്ന് പറയുമ്പം ഇനി നീ രക്ഷപ്പെടത്തില്ലടി, നീ തീർന്നെന്ന് കണക്കാക്കിയാൽ മതി. ഇപ്പം തന്നെ എൻ്റെ ആങ്ങളമാർ സ്വന്തക്കാരും ഇവിടെ എത്തുവടി, നിന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കുവടി, അവരെല്ലാവരും കൂടെ ചേർന്ന് നീ കണ്ടോടിയെന്നും പറഞ്ഞുകൊണ്ട് വൈജ അലീനെ പേടിപ്പിക്കുക. നിന്റെ കാര്യം തീരുമാനം ആയടി എന്നൊക്കെ പറഞ്ഞു. ഓ എൻ്റെ പൊന്നോ എന്നും പറഞ്ഞ് അലീന ബാഗും എടുത്ത് മുറിയിലേക്ക് പോയി. കരഞ്ഞുകൊണ്ട് അത് മുറിയിൽ കൊണ്ടുവന്ന് ബാഗും വെച്ചു. അപ്പോഴേക്കും വൈജ പുറകെ കയ്യും കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തെക്ക് വടക്ക് നടക്കും. അതേ വരുന്ന 2 വണ്ടിയാണ് നമ്മുടെ ബാലൻ്റെ വീട്ടിലേക്ക്. വണ്ടിയിൽ നിന്ന് ഓരോരുത്തരായിട്ട് വന്ന് ഇറങ്ങുന്നു. ഭയങ്കര ശൗര്യത്തോടെ, ഭയങ്കര
ദേഷ്യത്തോടെ ഭയങ്കര സെറ്റപ്പോട് കൂടിയൊക്കെ. അപ്പോൾ അലീന വന്ന് ബാലൻ്റെ റൂമിൻ്റെ പുറത്ത് നിൽക്കുക, ഡോറിലും മുട്ടി. ബാലൻ വന്നു വാതിൽ തുറന്നു. അപ്പോൾ എന്താന്ന് ചോദിച്ചു. എന്താ നിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അച്ഛാ അവരൊക്കെ വന്നു എന്ന് അലീന പറയുമ്പോൾ വന്നോ, ആരൊക്കെയാ വന്നേ? അത് പിന്നെ കുറേ പേരുണ്ടെന്ന് അലീന പറയുക കേട്ടോ. അന്നേരത്തേക്കും ബാലൻ അതിനെന്താ അവർക്ക് വരട്ടെ, നമ്മൾ അതിന് വേണ്ടിയിട്ടല്ലേ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നെന്ന് ചോദിച്ചു. അച്ഛൻ അവരുടെ അടുത്തോട്ട് പോകണ്ടെന്ന് പറയുമ്പോൾ പോവാതെങ്ങനെയാ, അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് ഇടിച്ചു കയറി വരത്തില്ലെന്ന് ചോദിച്ചു. പോയാ അച്ഛനെ അവർ ഉപദ്രവിച്ചാലോ എന്ന് അലീന ചോദിക്കുമ്പോൾ മോളിത് എൻ്റെ വീടാണ്, ഇവിടെ വന്ന് അക്രമം കാണിക്കുന്നവരെ ജയിലിൽ പോയി കിടക്കേണ്ടി വരും അത് നിനക്കറിയാമെന്ന് ചോദിച്ചു. എന്നാലും അച്ഛൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അവരെത്ര പേരാ എന്ന് ചോദിക്കുമ്പം അതൊന്നും സാരമില്ല, ഞാൻ പോലീസ് സ്റ്റേഷനിലൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഇനി അഥവാ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ നീ 100 വിളിച്ചു പറഞ്ഞാൽ മതി, മറക്കരുത്, നമ്പർ 100 എന്നും പറഞ്ഞു ബാലനെല്ലാം മുൻകരുതലുകളും എടുക്കുക. അപ്പം ഞാനും വരട്ടെ എന്ന് അലീന ചോദിക്കുമ്പം വേണ്ട, നീ ഇവിടെ ഇരുന്നാൽ മതിയെന്ന് പറഞ്ഞു. ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ, ഡീസൻ്റായിട്ട് ചെല്ലണ്ടേ എന്ന് പറഞ്ഞ് ബാലൻ ഡ്രസ്സ് മാറാൻ പോയി. അപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ വീടിനകത്തേക്ക് കയറി വരുന്നു. നാട്ടുകാരെയും കൂട്ടുകാരെയും വീട്ടുകാരെയും കൂടെ കണ്ടപ്പോഴത്തേക്ക് ഉയ്യോ എന്നാ പറയുന്നത്, നമ്മുടെ വൈജയുടെ മുഖം എന്ന് പറഞ്ഞാൽ ട്യൂബ്ലൈറ്റ് തെളിയുന്നത് പോലെ ഇങ്ങനെ വിടർന്ന് അങ്ങനെ അങ്ങ് നിൽക്കുകയാണ്. അതുപോലെ തന്നെ മക്കളുടെയും ഈ അലീനെ വലിച്ചഴിച്ച് കൊണ്ടുപോകുന്നത് കാണാനുള്ള ആ ഒരു ഇതോടുകൂടിയാണ് അവിടെ മക്കൾ രണ്ടുപേരും വൈജയും കൂടെ നിൽക്കുന്നത്. കൊള്ളാമേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബബിത മോൾ അമ്മയുടെ നേരെ നോക്കി തലയൊക്കെ ആട്ടി കാണിക്കുക. എല്ലാവരും കൂടെ അകത്തേക്ക് കയറി വന്നു. എല്ലാവർക്കും ഹായ് ഒക്കെ കൊടുത്ത് നമ്മുടെ രോഹിയൊക്കെ അവിടെ നിൽക്കുവാണ്. ഈ സമയത്ത് മുകളിൽ നിന്ന് ഇതെല്ലാം കണ്ട് അലീനയുടെ ചങ്ക് പടപടപടാന്ന് പറഞ്ഞ് ഇടിക്കട്ടെ. എല്ലാത്തിനെയും കൊണ്ടുവന്ന് അവിടെ അങ്ങ് പ്രതിഷ്ഠിച്ചു നമ്മുടെ വൈജ. എല്ലാവരും ഒന്ന് ഭയങ്കര ഇതായിട്ട് അവിടെ അങ്ങനെ ഇരിക്കുക. അപ്പോൾ കൃഷ്ണമോളെ കണ്ടില്ലല്ലോ, അവൾ സ്കൂളിൽ പോയി, അവൾക്ക് കുറേ ക്ലാസ് മിസ്സായിട്ടുണ്ടായിരുന്നു എന്ന് വൈജ ആങ്ങളയോട് പറയണം. അയ്യോ ഭയങ്കര പ്രൗഢിയിൽ എല്ലാവരും ഇരിക്കുന്ന കേട്ടോ. അലീനുണ്ട് ഇവിടെ അതോ പോയോ എന്ന് ശിവൻ ചോദിക്കുമ്പം ഉണ്ട് മുകളിലോട്ട് പോയിട്ടുണ്ടെന്ന് പറയുകയാണ്. അന്നേരം എന്നും പറഞ്ഞ് എത്തി വലിഞ്ഞ് മുകളിലോട്ട് നോക്കുക നമ്മുടെ കമലയൊക്കെ. അവിടെ ഒരു കാരണവർ ഇരിപ്പുണ്ട്, അദ്ദേഹമാണ് ഭയങ്കര ഇതിലായിരിക്കുന്നത്. അപ്പം നിങ്ങൾ വരുന്ന വിവരം ബാലചന്ദ്രനെ അറിയിക്കാനാണെന്നാണ് തോന്നുന്നത് എന്ന് വൈജ പറയുമ്പോൾ അവൾ ഇന്ന് എറണാകുളത്തിന് പോകുമെന്ന് പറഞ്ഞിട്ട് പോയില്ലേ എന്ന് ചോദിച്ചു. പോകാൻ വേണ്ടി എല്ലാം പാക്ക് ചെയ്ത് റെഡി ആയിട്ട് വന്നതാ. അവളെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് എറണാകുളത്ത് നിന്ന് 2-3 ഫ്രോഡുകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവസാന നിമിഷം അവൾ കാല് വാരിയെന്ന് പറഞ്ഞു. ഓ അതെന്നാ പറ്റി അങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ മുകളിലോട്ട് വിളിച്ച് എന്തോ പറഞ്ഞു. അവൾ പോയില്ല, എറണാകുളത്ത് നിന്ന് ഒരു ദേഷ്യത്തിലാണ് പോയതെന്ന് പറയുക വൈജ. ബാലചന്ദ്രൻ പറഞ്ഞാണ് പോകണ്ടാന്ന്. അവൾ പോകാമെന്ന് വെച്ചാലും അയാൾ അവളെ വിടത്തില്ല അല്ലേ എന്ന് ചോദിക്കും. അത് തന്നെയല്ലേ ഇവിടുത്തെ പ്രശ്നം എന്ന് വൈജ അന്നേരം ശിവനോട് പറയാം. അപ്പോൾ നമ്മുടെ വെല്ലിച്ചൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തലയും ആട്ടിക്കൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കും കേട്ടോ. എന്തൊക്കെയോ വലിയ മാരകായുധങ്ങളൊക്കെ ആയിട്ട് വന്ന മട്ടിലാണ് എല്ലാത്തിൻ്റെ ഇരിപ്പൊക്കെ. അപ്പോൾ എന്നാൽ ബാലചന്ദ്രനെ വിളിക്കാൻ പറഞ്ഞു. തുടങ്ങി വെക്കാമെന്ന് ശിവൻ പറയുന്നു. അതനുസരിച്ച് അമ്മ ചെന്ന് മക്കളോട് പറയാം അച്ഛനെ വിളിക്കാൻ. അപ്പോൾ എന്തായാലും പെർമിഷൻ ചോദിച്ചിട്ട് വേണം ബാലചന്ദ്രൻ്റെ മുറിയിലേക്ക് ആർക്കെങ്കിലും കയറി ചെല്ലാൻ. അനിയിലേക്ക് മാത്രം എപ്പോൾ വേണമെങ്കിലും ബാലചന്ദ്രൻ്റെ മുറിയിലേക്ക് കയറി ചെല്ലാം, ഒരു കുഴപ്പമില്ല, വലിയ സന്തോഷമാണെന്നും പറഞ്ഞ് ഈ കമല എല്ലാവരുടെയും കേൾക്കെ പറഞ്ഞപ്പോൾ അത് വൈജയ്ക്ക് ഭയങ്കര ഒരു ഇൻസൾട്ടായി. എന്നിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുക. മകളെ പറഞ്ഞു വിട്ട അനുസരിച്ച് മകൾ മുകളിലോട്ട് കയറി ചെല്ലുന്നു. അതായത് ബബിത കയറി ചെല്ലുമ്പോൾ അലീനെ പേടിച്ച് വരച്ച സ്റ്റെയറിൻ്റെ അവിടെ അങ്ങോട്ട് സ്റ്റെയറിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് ബബിത കയറി ചെല്ലുന്നത്. ബബിത കയറി ചെന്ന് അച്ഛൻ്റെ മുറിയിൽ കൊട്ടി. എന്നിട്ട് വാതിൽ തുറന്നപ്പോൾ അവിടെ അച്ഛനവിടെ നിൽപ്പുണ്ട്. അച്ഛനെ കാണണമെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? അങ്കിള്. വരുന്നു എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീനെ ഒരു നോട്ടവും നോക്കി ബബിത അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ബബിത അവിടെ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ബാലൻ നേരെ അലീനയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ഇവിടെ തന്നെ നിന്നാൽ മതി കേട്ടോ, ആര് വിളിച്ചാലും താഴോട്ട് വരണ്ടാന്നും ബാലൻ അലീനയോട് പറയുക. അകത്ത് കയറി വാതിൽ അടച്ചോളാൻ പറഞ്ഞു. ഞാൻ വന്ന് വിളിച്ചിട്ടേ വാതിൽ തുറക്കാവുള്ളൂ, കുറ്റിയിട്ടേക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞു ബാലൻ താഴേക്ക് ഇറങ്ങി പോകുന്നു. അലീനയാണെങ്കിൽ പേടിച്ച് വിറച്ച് മുറിക്കകത്ത് കയറി കുറ്റിയിട്ടു. എന്നിട്ട് അതിനകത്ത് ഇരിക്കുക. ഇനി താഴെ ചെന്നിട്ട് നമ്മുടെ എന്താ പറയുന്ന ഒരു കലക്കാനുണ്ട് നമ്മുടെ ബാലന്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള എപ്പിസോഡ് നാളെ വരുന്നുണ്ട്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്, വലിയൊരു നഷ്ടം തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.